Hi guys, this is Mihika. Welcome to my channel Mihika's Entertainment. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് ആരാധയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ഫണ്ണ് ഞാൻ ചെയ്യും എന്ന് അവിടെ ഞങ്ങൾ രണ്ടാളും കൂടി തകർത്ത് പൊളിക്കാൻ പോവുകയാണെന്ന്. ഓക്കെ, ഇനി അവിടുന്ന് കാണാം. ബൈ ഫ്രണ്ട്സ്. ഞാൻ അവളുടെ റൂമിലേക്ക് എത്തി. ഇതാണ് അവളുടെ റൂം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അവളെ കാണിച്ചു തരാം. ട്രെയിനിങ് ചെയ്യാണ്. അപ്പോ ഇനി ഞങ്ങള് പാടത്ത് പോവാണ്. റീൽ എവിടെ നടക്കണ്ട്? കുറച്ച് റീൽസ് ഒക്കെ ഏതൊക്കെ? അവളൊരു പാട്ടുണ്ടാക്കണ പാടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും. മറ്റേ ലവ് 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 ആക്ഷൻ കട്ടിട്ട് പാട്ടാണ്. കച്ചിത്തവണ വേണ്ട, അതൊക്കെ ഞാൻ ഡെലിറ്റ് ചെയ്തോടാടി. സോ പാടത്ത് പോവാ. കമോൺ. കാണ്ടാരതി പോണു. കുളണ്ടോ? ഈ കുളത്തിലാ നീ കുളിക്കണ? ഇത് കുളല്ലേ? ഇവിടെ വന്നപ്പോ പ്രത്യേക ഫീലാണ്. ട്വിൻസ്. വഴുതനങ്ങ ചേച്ചിക്ക് വേണ്ടിയിരിക്കും. വഴുതനങ്ങ ഫ്രൈ ചേച്ചിയുടെ ഫേവറേറ്റ്. കണ്ടോ? അതെന്താ? അനുശ്രീ റിയാക്ട് ചെയ്തു നമ്മുടെ ഫോട്ടോന്. ഹേർട്ട്. എങ്ങനെ പോണ? ഇത് മൊത്തം ഞങ്ങളുടെ മീനുണ്ട്. പോയിട്ട് പിന്നെ കാണാല്ലേ? ഫുള്ള തന്നെ പാമ്പ് വല്ലതും ഉണ്ടോ? എന്ത് എന്താ? നേരെ പിടിച്ചോടി. പിടിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ കാലിട്ടതാട്ടോ. അവിടെ അല്ല, ഇവിടെ 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 മണ്ണാണ്. കുഴപ്പമില്ല. കാലിട്ട് ആരാധി കാലിട്ട് കഴിഞ്ഞു. അപ്പൊ എന്നോട് കാലിടാൻ പറഞ്ഞു. നല്ല തണുപ്പുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് നീർക്കോലി പോയി. എന്നിട്ട് ഞാൻ കാല് പിടിച്ചാൽ നോക്കുക. കാലൊന്നും കടിച്ചിട്ടില്ല. ഞാൻ കാലിടുന്നില്ല. ഞാൻ പോട്ടെ. അമ്പലക്കുളത്തേക്ക് നീർക്കോലൊന്നും ഉണ്ടായില്ല. അങ്ങോട്ട് പോകും. അമ്പലക്കുളത്തേക്ക് എപ്പോഴാ പോണേ? നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയി പോരെ. അപ്പോൾ അതേ നമ്മൾ മിഹികനെ കൂട്ടി കുളം കണ്ടു. ഇനി ഞങ്ങൾ അമ്പലക്കുളം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടും ഉണ്ട്, അതും കാണണം. മിഹിക കുളത്തിൽ കാലിട്ട് വല്ലാത്ത എക്സ്പീരിയൻസ് ആയില്ലേ? അടിയിൽ കൂടെ നീർക്കോലി പോയതാണ്. പോരി നല്ല തടി തോന്നിപ്പിക്കുന്നു. ഞങ്ങൾ രണ്ടാളും കോടാ കണ്ടോ? ഇത്ര തടിയുള്ളൂ. ഇനി ഇത് മൊത്തം ഞങ്ങളുടെ ഫീൽഡാണ്. ഇത് ഈ ഒരു കുഴി കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 ആൾക്കാർ മലമ്പാമ്പിനെ കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മലമ്പാമ്പിനെ. കുറച്ച് ദിവസം മുമ്പേ, കുറച്ച് ദിവസമല്ല, ഒരു 2 മാസം മുമ്പേ. എന്നിട്ട് അയിത്തെ ഇവിടെ കൂടെ പോണൊരു മാമനെ തച്ചു കൊന്നു കൈസ്. ഇത് ഞങ്ങളെ കണ്ടല്ല കേട്ടോ. അതിനെ കൊണ്ട് പെണ്ണെ വിഴുങ്ങ വമ്പാല്, മറ്റേ ഈ മലമ്പാമ്പല്ലേ വിഴുങ്ങ. ഇതാണ് ഞാൻ പറഞ്ഞ റബ്ബറും തടി. അയ്യോ പ്രേതം. അവിടെ ഞങ്ങൾ എത്തി. ഫേമസ് ആവാൻ പോണൊന്നുമില്ല. മുടി കണ്ടവളുടെ അങ്ങനത്തെ മുടി വേണം. എന്റെ ലെയർ കട്ട് ചെയ്തപ്പോ എല്ലാം പോയി. നല്ല മുടി ഉണ്ടായിരുന്നതല്ലേ, ഇവളുടെ അത്ര ഉണ്ടായിരുന്നതല്ലേ.
റബ്ബർ തൊടി അല്ലേ? അല്ലേ? ഏതാ നമ്മൾ ഉദ്ദേശിച്ച റബ്ബറിൻ്റെ തൊടി? ഇതല്ല, അത് ഞാൻ കാണിച്ച റബ്ബറിൻ്റെ തൊടിയാ. പശുവിന് പേരൊക്കെ ഇട്ടോടെ? പശുവിന് പേരൊക്കെ ഇട്ടോടെ? അച്ഛമ്മ സുന്ദരി എന്നൊക്കെ കുടിക്കാറുണ്ട്. സുന്ദരി സുന്ദരി. ഏതൊക്കെയോ കോമളത്തരം കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണ്? വീട്. അതല്ലേ? അല്ലല്ല, എന്താടി അത്? ഏതോ ഒരു അമ്മായിയുടെ ഏതോ ഒരു വീട്. അത് മൊത്തം നിന്റെ ഫാമിലി അല്ല? അല്ല, അതൊന്നും എന്റെ ഫാമിലി അല്ല. പുതിയ വീട് ചെറിയ വീടോ? അയാളുടെ പുതിയ വീട് വേറെ സ്ഥലത്താ. എടി, നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് ഗെയിംസ് ഉണ്ട്. ഓക്കെ. ഇവിടെ കളിക്കാൻ നല്ല സ്ഥലം, പക്ഷെ ഒളിച്ചിരിക്കാനൊന്നും സ്ഥലമില്ല. അത് പ്രശ്നം. 3, 2, 1 ഓടാ. ഇവിടെ നല്ല ഓടും. ഞാൻ നല്ല ഓടുവോ? ഓടുവോ? ആണോ? എത്തിയാക്കണൊരു ഹായ്. പിടിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട. ഹായ്, പൂമറ്റിക്കെന്നെ ഇഷ്ടായി. ഈ റബ്ബറിൻ്റെ തൊടിക്കൊന്നും പോകാൻ പറ്റില്ല, അതൊക്കെ ഭയങ്കര കാടാ. എന്നെ പോലെ നിറച്ച് പാമ്പുണ്ടാവും. അയ്യോ, പോണോ? അയ്യോ 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 അയ്യോ. 3 മിനിറ്റ് ആയിട്ടോ. എടുത്തോണ്ടിരിക്കണം. നിവേദന എത്രയും ആവില്ല. നിവേദനക്കാരിലും ആവുന്നു. എന്ത് വ്ളോഗിൻ്റെ അത് നമ്മുടെ കോമളച്ചര. അപ്പൊ ഈ ഒരു എടാകൂടത്ത് പോലെ ഞങ്ങൾ പോവാണ്. ആരാധ്യ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഇവിടെയോ? ഈ കല്ലിൽ ഇരിക്കും. വൈറ്റ് നന്നാവും. ചാവല്ലേ? ഞാൻ സ്കൂളിൽ എങ്ങനെയാണ്? കുട്ടിയാ. എനിക്കും കൂടി വിശ്വാസമാണ്. ആരാധ്യനെ ചോദിക്കാന്ന് വെച്ചാൽ അവള് നല്ല കുട്ടിയാണ്, നല്ല ഹെൽപ്പ് ചെയ്യും. അവൾക്ക് കൂടി വിശ്വാസമാവണില്ല എന്നൊക്കെ. കായേ വിൽക്കുന്നു വേണ്ട. ഇത് റംബൂട്ടാനോ? ഹായ് റംബൂട്ടാൻ. നീ വീട്ടിലേക്ക് എത്തി വെക്കണതൊക്കെ ഞാൻ കണ്ടു. അല്ല കേട്ടു. റംബൂട്ടാൻ അല്ലല്ലോ ഇത്. അല്ല, വെറുതെ പറയണേ. നീ ഫസ്റ്റ് കഴിക്കാന്നിട്ട് ഞാൻ കഴിക്കാം. ചത്താലോ? നീ കഴിക്കാറുണ്ടോ? നല്ല മധുര. എന്നാ പാഷൻ ഫ്രൂട്ട് പോലെ അല്ലേ? അതിന്റെ വേറെ സാധനം ഒന്നുകൂടി. ഇനിയിപ്പോ അവള് കഴിച്ചു, കുഴപ്പമില്ല. വീഡിയോ വന്നില്ല. മോളത്തെ പറിക്കടി. അതാ പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് അല്ല, വിശക്കായാണ്. വിശക്കായേ? അത് കഴിച്ചോണ്ട് ഇരിക്കോ? അപ്പൊ പോയിസൺ വരും, മരിക്കില്ല. പോയിസൺ ഫുഡ് ഇതൊന്നും നന്നാവില്ലത്. ചിലത് ഇത് തിന്നണ്ട. പഴുത്തത് ഉണ്ടായിരുന്നു രാവിലെ. ആരോ പൊട്ടിച്ചു വരുക. എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പറ്റും. വാരി. ഓക്കെ ഗൈസ്, ഞങ്ങൾ കളിക്കട്ടെ. കളിക്കണ കാണിച്ചു തരണം. വീഡിയോ ഗെയിമാ.
അല്ലല്ല, ഔട്ട്ഡോർ ഗെയിം ഇൻഡോർ ഗെയിമാ? ഔട്ട്ഡോർ ഗെയിം. എന്ത്? എന്തെങ്കിലും. ആദ്യം മിസ് ചെയ്യണോ? ആദ്യം വരും. കാണിച്ചാൽ അവളുടെ അനിയനാട്ടോ ആദിഷ്. എന്താ കളിക്കുക? രണ്ടാളെ വെച്ചിട്ട് എന്താ കളിക്കുക? വീഡിയോ ഗെയിം കളിക്കല്ലേ? എന്ത് വീഡിയോ ഗെയിം? എന്തായാലും ചൂട്. ഞാൻ അതാച്ചിട്ട് അവിടെ നിന്നതേ എന്റെ വീട് വെച്ചിട്ട്. ഇപ്പൊ ഞങ്ങള് വിജയപ്പടി വരെ എന്താണ് കടയ്ക്ക് പോവാണ്. 2 സിപ്പ് വാങ്ങി. മഞ്ചാടി നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയാണ്. എന്താ ഉണ്ടാവുക എനിക്കറിയില്ല. എനിക്കിഷ്ടാട്ടെങ്കിൽ അനക്ക് ഇഷ്ടമാവും. എനിക്കറിയില്ല, അനക്ക് ഇഷ്ടാവും. അത് നല്ല ടേസ്റ്റൊക്കെയാണ്. ആദ്യം നെയ് മേടിച്ചിട്ട് ടേസ്റ്റ് ആവും. രണ്ടാൾക്കും വാങ്ങാം. അപ്പൊ എത്ര ദൂരണ്ട്? കുറച്ച് ദൂരണ്ട്. കുറച്ച് ദൂരം ഈ വഴി തന്നെയല്ലേ പോയിന്റെ? കേട്ടോ. പ്ലാന് പറ. അപ്പോൾ ഇതേ ഞങ്ങള് കടയിൽ വന്നിട്ട് സിപ്പപ്പ് വാങ്ങി. ഞങ്ങള് വേറൊരു മഞ്ചാടി നോക്കിയിട്ടാണ് വന്നത്. പക്ഷെ മഞ്ചാടി കുറച്ച് സമയം കഴിഞ്ഞിട്ടാ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു സിപ്പപ്പ് വാങ്ങി. ഞങ്ങൾ 10 രൂപ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 5 രൂപയ്ക്ക് ഇത് വാങ്ങി. ഞാൻ 5 രൂപ കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞാടി വന്ന് അത് വാങ്ങി. എന്തൊക്കെ അപ്പോ എന്റെ വീട്ടിലെത്തി. കുടിച്ചോ? കുടിച്ചിട്ട് മതി. എന്റെ ബാഗ് കണ്ടോ നിങ്ങൾ? അതെന്റെ ബാഗാണ്. ശോഭന ജ്വല്ലറിത്തെ അതല്ല, എന്റെ പുറത്തെ ബ്ലാക്ക്. തന്റെ അതാ ഞാൻ ട്യൂഷനുണ്ടോ? ടാങ്ക് ബാഗ്. ഇതോ ട്യൂഷനാണോ? ഏയ് ഇല്ല. ഇനി എന്താ അടുത്ത പരിപാടി? കളിക്കാം. എന്ത് കളി? മാംഗോ സോഡ. ഞങ്ങള് ഉച്ചക്കത്തെ വെളിച്ചില്ല. ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ പോവാണ്. ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ ഉണ്ട്. ഈ മേടിക്കാൻ എന്താന്ന് കഴിച്ചിട്ട് വരാം. കഴിക്കാം. അപ്പൊ ലഞ്ചാണ്. ചിക്കൻ ബിരിയാണി കഴിക്കണ കാണിച്ചു കൊടുക്കത്. കോൺസെൻട്രേറ്റ് ഫുള്ളയിലാണ്. ഓക്കെ, ചിയേഴ്സ്. കാണിച്ചു കൊടുക്കണം. അതെ. തണുത്തോളം ഉണ്ട്. പാവ ആരാധിക്ക് കൊടുത്തില്ല. ഞാൻ തരാം. ശരി, ഈ നീക്കണ്ടായി ഒരു സാധനം തരാം. എന്താ ഇത്? പിന്നെ വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്കി ഐസ്ക്രീമിന്റെ പിസ്ത ഫ്ലേവർ ആണ് കേട്ടോ. സ്കി. ഞാൻ പിസ്ത ഫ്ലേവർ ഇതിന്റെ ആദ്യമായിട്ട് കഴിക്കാൻ പോണെ. ഫുൾ ചോക്ലേറ്റ് ആണ്. കാണും പ്രത്യേക പൊങ്ങി. എന്താണ് നമ്മുടെ പിടിച്ചിരിക്കട്ടാണ്. ഞാൻ മുഴുവൻ എന്റെ കള്ളല് ഇട്ടിട്ട് എന്റെ കൂടെ തന്നെയല്ലേ ഇരിക്കണം. ഐസ്ക്രീം ആണോ? അതാ നിങ്ങൾക്ക് തരില്ല, ഞാൻ തരാം ഗൈസ്. ഇത് കൊടുക്കുമ്പോ എല്ലാരും തിന്നും. എത്ര തിന്നാതെ ഫോണ് ഞാൻ പൊളിച്ച് കഴിക്കുമ്പോ കാണിക്കാം. കുഞ്ഞാ
എന്താടി ഇത്? എങ്ങനെയുണ്ട് കേക്കരി? എന്താ ഈ ഫോട്ടോ ഇട്ടിട്ട്? എന്ത് ഫോട്ടോ? ചിക്കൻ സൊസൈറ്റിയില്. ആ ഫോട്ടോ ഇട്. ആ എന്നിട്ട് വേണം അവരെ കൊതിപ്പിക്കാൻ. ഓക്കെ, എനിക്ക് കൊതിപ്പിക്കട്ടെ കേട്ടോ. ല്ലേ ഞാനൊന്നല്ല ഈ എടുത്ത ഞങ്ങളുടെ ട്വിൻസ് ആണെന്ന് ചോദിച്ചാ ഞങ്ങളിപ്പോ നാരകത്തിന്റെ മരത്തിന്റെ അടിയിൽ ഇരിക്കയാണ്. ഇപ്പൊ എന്താ ഉണ്ടായേ? പൈസ തിന്നു. നിങ്ങളെ വിചാരിക്ക തിന്നാൻ മാത്രം വന്നതായിരിക്കും. ഞാൻ ബുക്ക് എടുത്തിട്ട് കളി. എന്ത് കളി? എന്തിനാ കരയാണ്? ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഓടി ഒന്നില്ലെങ്കിൽ ബിങ്കോ കളിക്കാം. കളിച്ചറിയോ? ബിങ്കോ അധികം അങ്ങനൊന്നും അറിയില്ല. നോക്കാം. മറ്റേ നമ്പർ ഇട്ടുള്ള കളി കളിക്കാം. 50 പേരല്ലേ. ഈ ഒരു നമ്പർ പറയുമ്പോഴേക്ക് ഞാനത് കണ്ടുപിടിക്കുമ്പോഴേക്ക് വേണം. ഞാൻ 2 ബുക്ക് എടുത്തിട്ട് വരാം. ബാഗ് കൊടുക്കാം. ഇവിടെ വരെ പോകുന്നു. എന്റെ കമ്മൽ എങ്ങനെയുണ്ട്? ബാംഗ്ലൂർ കമ്മലാട്ടോ. ബാംഗ്ലൂര് പോയപ്പോ മേടിച്ചതാ. ഇങ്ങനെയാണ് പെട്ടുന്നത്. ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടേക്ക് 1 2 3 4 5 6 7 8 9 10ഉം ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 9 10ഉം ഇങ്ങോട്ടും അങ്ങോട്ടും 10 പ്രാവശ്യം. ഇവിടെ ആദ്യം 17 വരെ വരച്ചു. ഇവിടെ 17 വരച്ചത് അപ്പുറത്തേക്ക് വരയ്ക്കും. കണ്ടോ? അങ്ങോട്ട് വരച്ചോ? അങ്ങോട്ടും ഇങ്ങോട്ടും 17 വരച്ചു. സോ കളി സ്റ്റാർട്ട് ചെയ്യാം. കളി എങ്ങനെ വെച്ചിട്ടാ നീ പറഞ്ഞോട്. കളി ആദ്യം ഇപ്പോൾ മിഹിക എൻ്റെ അടുത്തൊരു നമ്പർ പറയും. ഈ 1 മുതൽ 50 വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു നമ്പർ പറയാം. ആ നമ്പർ ഞാൻ ഈ എഴുതിയെന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് അവൾ ഈ കളിയിൽ 1 1 1 1 1 അല്ല 0 ആണ്. ശരി 0 0 നമുക്ക് 10 ആക്കിയാലോ? 10 10 ഇട്ടിട്ട് ശരി കൊറേ സമയം പോവും. അപ്പോൾ ശരി 0 0 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവാം. ഞാൻ കണ്ടുപിടിച്ച കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റോപ്പ് എന്ന് പറയും. അപ്പോൾ അവളത് നിർത്തുക. അങ്ങനെ ആരുടെയാണോ ഫസ്റ്റ് ഈ കളി മൊത്തം 0 ഇട്ടെന്ന് പറയുന്നത് അവർ സ്റ്റാർട്ട് ചെയ്യാം. ഞാനോ നോക്കട്ടെ കേട്ടോ. സർക്കിൾ ചെയ്യണം. നമ്മൾ ആ നമ്പറിന് സർക്കിൾ ചെയ്യണം. കാണാല്ലേ? നമ്മൾ ആ നമ്പറിന് സർക്കിൾ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്താടി അത് അമ്മയുടെ എന്താ പരിപാടിക്ക്? ഓക്കെ പറയടി. 70 സ്റ്റോപ്പ്. ഞാനാണില്ലേ? ഞാൻ നമ്പർ നോക്കി. 27. സ്റ്റോപ്പ്. എത്ര കാണിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. 11. സ്റ്റോപ്പ്. ഇടയ്ക്ക് എത്ര അങ്ങനെ പറ്റില്ല കേട്ടോ. ഫുള്ള് ചുറ്റും വരണം. ഞാൻ നോക്കുമ്പോ തന്നെ 11 കൈ കിട്ടിയപ്പോ ഞാൻ വട്ടിട്ടു. ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഫുള്ളായിട്ട് ഇടണം. ഈ ഇവിടെ മാത്രമല്ലേ ഇട്ടുള്ളൂ. അത് ഞാൻ അങ്ങനെ ഒരുമിച്ച് കൂട്ടാക്കിട്ടിട്ട് അപ്പോഴാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേ. അപ്പോഴാണ് ഈസി. ഓക്കെ ഞാനാണ് 19. സ്റ്റോപ്പ്.
13. സ്റ്റോപ്പ്. ഇവിടെ ജയിക്കും, വളരെ ഈസിയാണ്. ഈ എന്റെ മുഖം കാണിക്കടി, കാലാക്കിയിട്ട്. എന്റെ കാലാട്ടോ, അല്ല എന്റെ കാലം ഇവിടെ. എല്ലാരും വിചാരിക്കാൻ ഞങ്ങള് ട്വിൻസാണ്. എന്തിലാ മറ്റേ ഗെയിമില് ഇവള് ജയിച്ചു. ബിങ്കോലെങ്കിലും എനിക്ക് ജയിക്കണമെന്നുണ്ട് ഗൈസ്. ഫൈറ്റ് സ്റ്റോറേജിൽ, അതുകൊണ്ട് ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ബൈ ഗൈസ്. ബിങ്കോലും 2 വട്ടം ബിങ്കോ കളിച്ചു. അപ്പൊ ആദ്യത്തെ വട്ടം ഞാൻ തന്നെ ജയിച്ചു, രണ്ടാമത്തെ വട്ടം വിളി ജയിച്ചു. ഇല്ല, വിളന്നെ ചേച്ചി അവളുടെ അടുത്ത് പറയാൻ പറഞ്ഞതാ. SOS എങ്കിലും വെക്കുന്നു ജയിക്കണം. ബിങ്കോയില് ഞാൻ രണ്ടാമത്തെ കളിക്കുമ്പോ ഒരു ഇതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കിട്ടായിരുന്നു. ഞാൻ കാണിച്ചുതരാം. കുഞ്ഞ മതി. മിക്കു കുഞ്ഞ ചെറുതടി ഇറങ്ങുന്നു ടോക്കൺ. ഫൈനലി SOS ഞാൻ ജയിച്ചിരിക്കാണ്. കളി നിർത്തി. മിക്കു 1 2 3 4 5 ഇവളുടെ 1 2 3. ഇതൊക്കെ ഞാനാണ്. പകുതി അവളും പകുതി ഞാനുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ആരാധ്യ, ഇവിടെ ഫുള്ള് ഇത്രയും ഞാനാണ്. എങ്ങനെയുണ്ട് ഗൈസ്? അല്ല, എങ്ങനെയുണ്ട് ആരാധ്യ? ബോറടിക്കണ്ടോ? നടക്കാൻ പോയാലോ നമുക്ക്? ഇപ്പൊ ഞങ്ങള് ഗെയിംസ് ഒക്കെ നടത്തി. ഇതാ മിഹിക വെള്ളം കുടിക്കുക. ഞങ്ങള് നേരെ ഒന്നും കൂടി പാടത്തേക്ക് പോവാണ്. ഇവൾക്ക് ബോറടിക്കണ്ട ഇത്ര. അപ്പൊ നമുക്ക് വേഗം പാടത്തേക്ക് പോവാം. ഈ പിടിച്ചോ, എന്റെ ബ്ലോഗല്ലേ? എന്റെ ബ്ലോഗ് പിടിച്ചത് ഈ പിടിച്ചോ, കൊണ്ടുപോവാ. അനക്കല്ല ഇഷ്ടം. നിക്ക്, ഞാൻ എന്റെ അപ്പുറത്ത് കൂടെ പോയി ചെരിപ്പിട്ട് വരാം. അവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ വാതിലടച്ചിട്ട് അപ്പുറത്ത് കൂടെ പോയി. ഞാൻ നിക്കാം. ശ്രീധർജൻ കാണായിരുന്നു. ആരാധ കട്ട ഫാനാ അവരുടെ. ഞാൻ മുടിയൊക്കെ അപ്പൊ ഗൈസ് ഞങ്ങളിത് പാടത്തുനിന്ന് തിരിച്ചു കയറി. അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പാടത്തുനിന്ന് തിരിച്ചു കയറി. അവിടെ നിൽക്കുമ്പോ മിഹികയ്ക്ക് പേടിയാവും. എത്ര നീർക്കോലി കാരണം നിർബന്ധ. ഇനി ഞങ്ങള് റബ്ബറും തൊടിയില്. ഞാൻ റബ്ബറും തൊടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളുടെ അടുത്ത്. അപ്പൊ നമുക്ക് ഇനി റബ്ബറും തൊടിയാണ്. അടി കൂടെ പോണം, മുകളിൽ കൂടെ കയറണം. പാമ്പില്ലെങ്കിൽ നമുക്ക് തിരിച്ചും കൂടെ തന്നെ അറിഞ്ഞു തരാം കേട്ടോ. ബൈ. ഡിങ്കിട് ഞാൻ വെറുതെ പറഞ്ഞതാ. ശരി, എന്നെ മുന്തിട്ട് പോവാൻ പറ്റുമോ? പോവാ, മുന്തിട്ടാ. ഇത് കൂടെ കയറാം. പഠിക്കാൻ എത്ര പ്രാവശ്യം പറയും. നീ ഒരു യൂട്യൂബർ ഒന്നാമതല്ലേ? അല്ല, കറ്റാർവാഴ എവിടെ കാണാനില്ലല്ലോ. പ്രത്യേക കാണുന്നു. എന്താ മേഘ ഈ പഠിക്കത്? എനക്ക് പേടിയാണ്. പേടിയൊന്നുമില്ലേ? അയ്യോ, അവളുടെ അതേ പാതയെ കൂടെ നമ്മൾ നടക്കാം. ഇതിങ്ങനെ നല്ല രസമാണ്. റബ്ബർ നദികൾ കയറി കളിക്കും. ഇങ്ങനെ ഓരോ കുന്നിലും മുകളിൽ കയറി ഓരോ കുന്നിൽ താത്തിക്കണം. അതാ എന്നെ ഈ പിടിക്കത് ഞാൻ പിടിച്ചു. ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. ഞങ്ങള് താത്തിക്കും പോയി മുകളിലേക്കും വന്നു, താത്തിക്കും പോയി മുകളിലേക്കും വന്നു. താത്തിക്ക് പോവാം.
പോടെ ഞാൻ പുറത്ത് പോണു. വാങ്ങിടി. അതാ 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 ഇപ്പൊ പോരി. ചാവല് 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 ചാവല്. നീക്കത് പിടി പിടി. ഒന്നുകൂടി അറിയട്ടത് പിടിച്ചു കൊണ്ടു ഇറങ്ങ. കേറി കേറി. അയ്യോ എനിക്ക് ഞാൻ കയറാം. എന്നിട്ട് കയറിക്കാം. എന്നാലേക്ക് വീഡിയോ നേരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ കയറി പോരി. ആ കൊറച്ചേരം കഴിയട്ടെ, ഞങ്ങൾ ഇവിടെ കളിക്കുക. ആ കേറി. കേറി കേറി പിടി. ഞാൻ മുകളിൽ കയറട്ടെ. ഇവിടെ ഞാൻ എത്തി. കേറി. ഈ വഴി മിഹികഞ്ഞ് കയറാൻ പോവാണ്. അഡ്വഞ്ചറസ് ആയ യാത്ര. കയറി. ഫ്രം റബ്ബറിൻ്റെ താഴെ കണ്ട മുതൽ മോളെ കണ്ട പോലെ. രണ്ട് കണ്ട കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തി. ഞാൻ ജസ്റ്റ് അവിടെ ഇവിടെ നിന്ന് ഉന്തിരുന്നത്. അവള് ഇവിടേക്കും ഇറങ്ങി അവിടേക്കും ഇറങ്ങി അവിടെ എത്തി. വാ ഉള്ള വഴി കൂടെ ഇങ്ങനെ കയറി വാ. ആ ആ ആ ആ ഒന്നുകൂടി ഉന്തിരുത്. എന്റെ ഫോണുണ്ട് കയ്യില്. വീണേ ഞാൻ എന്റെ ഫോൺ കേട്ടി. നീ ഇത് കൂടെ കയറാൻ നമുക്ക്. പിടിച്ചേ. പേടിക്കണോ? എന്റെ ഫോണല്ലേ. ഞാൻ മുകളിലേക്കും കയറി. ഇനി ഇതവള് കയറട്ടെ. ഇനി ഞാൻ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നിൽക്കുന്നത്. അപ്പുറത്തെ റോഡ്. നമുക്ക് അവള് കയറാം. ബാ വരി വരി. ഇല്ല ഇല്ല. അതാ അതാ അതാ. ഇനി വാ. ഇനി നമുക്ക് ആ മരത്തേക്ക് പോവാം. ആ മരം നല്ല പൊന്തേ അവിടെ. വേണ്ട, താഴത്ത് പോവാ. ഇത് കൂടെ പോവും. നല്ല നടന്നു വന്നാൽ മതി കേട്ടോ. അവിടെ 2 പേരുണ്ട് സ്റ്റെപ്പ് പോലെ. അതാരപ്പോ ബാക്കിക്കേക്ക്. ശരി വാ ഇറങ്ങി വാ. മേഹിക്ക് ഇറങ്ങി വാ. ആ ആ ആ ആ വാ. മേഹിക അവിടെ വരെ അടന്നോ. ഞാൻ അങ്ങോട്ട് വരാം. പിടി. ഇത് പിടി. നീ പിടി കുറച്ച് സമയം. എങ്കടാ എന്റെ ഹീരും കൂടിയ നിലയിലെത്തി മോളിന്ന്. നിർത്ത്. ഞങ്ങള് മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിൽ ചാലിയാടി.
മുകളിലുണ്ടായിരുന്ന ഞങ്ങൾ താഴത്തെത്തി. നമുക്ക് മുകളിൽ പോവാം. കേട് ചായ കുടിക്കല്ലേ? ചായ ആറും. നമുക്ക് അവിടെ വരെ പോവാം, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വീട്ടിൽ പോവാം. എനിക്ക് ആട്ടം അറിയാഞ്ഞിട്ടൊന്നല്ല. ഞങ്ങൾ താഴത്തേക്ക് വരത് പിന്നെ മുകളിലേക്ക് എത്തി. പ്രാന്ത്. താഴത്തേക്ക് കൂടി പോവാ. ഇനി ഞാൻ പിടിക്കാൻ പോവാൻ. ഞാൻ പോട്ടെ. നിക്ക് പോടി അങ്ങോട്ട്. അങ്ങോട്ട് മടുവര മുകളിലേക്ക് ഞാനില്ല. നീക്ക വാ ഇങ്ങോട്ട് വാ. അങ്ങോട്ട് വാ. അപ്പൊ ഗൈസ് ദേ അവളും അടുത്തിട്ട് അവളതേ അവിടെ എവിടെ നീ അവിടെ പോയി നിന്നു. അതാണ്ടോ കൈ കാട്ടിന്. അപ്പൊ ഞാനിങ്ങി മുകളിലേക്ക് കയറും. ഡേ മുകളിലേക്ക് വാ. അവിടെ സൈഡ് കൂടെ റോഡുണ്ട് കേട്ടോ. അപ്പൊ അവള് മുകളിലേക്കും വരും, ഞാൻ ഈ കണ്ടത്ത കൂടിയും കയറും ഗൈസ്. മിഹികതേ എന്നെ കാണാൻ ഇങ്ങനെ ഇങ്ങനെ എത്തി. അവളവിടെ എത്തി. നമുക്ക് വെള്ളം പോവാം. ഓടിക്കോ. വിശർത്ത് കുളിച്ചുണ്ട്. എന്റെ ട്വിന്ന് വരുന്നുണ്ട്. പോകടോ. ഇപ്പൊ ആദ്യം വന്ന് ലൈറ്റ് ഇടോ. ഇവിടെ നോക്ക്, എനിക്ക് കാണാനും കൂടി ഇല്ല. ഇപ്പൊ ആദ്യം വന്നിട്ടുണ്ട്. സർപ്രൈസ് ആക്കി ഞാൻ റൂമിന്റെ ഉള്ളിൽ വെച്ചിരുന്ന പോലെ അവന്റെ കണ്ണ് പൊത്തി ഞാൻ പുറത്ത് വന്നപ്പോ സർപ്രൈസ് ആയിരിക്കുള്ളൂ. ബുക്ക് എടുത്തു വെക്കണം കണ്ട പഠിക്കായിരുന്നു എന്ന് വിചാരിക്കരുത് കേട്ടോ. ഞങ്ങള് ബുക്ക് കളിക്കണം, ബുക്ക് കളിച്ചതാണ്. സയൻസ് നന്നായിട്ടുണ്ട്. സയൻസ് പോയി. ടൈം ടേബിൾ. അപ്പൊ ആദ്യയുടെ കൂടെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. വ്ളോഗ് എടുക്കണേ. മറ്റമ്മ യൂട്യൂബ് ഉണ്ട് വിളിക്ക. ഈ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണിച്ചു തരാം. കണ്ടിട്ടില്ല. അവനൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്റെ ഫോൺ. എന്റെ റിയൽ ഫോണ് എന്ന് പറയല്. ഫോണാണെന്ന് പറയാൻ പറഞ്ഞു. ഫോണാട്ടോ. ആദി അല്ലെ, ആദി എന്ന് പറയാം. ആദി ആരാധ്യയുടെ
നടക്കടി. ഫൈനലി മഞ്ചാടി സിപ്പപ്പ് കിട്ടി. ടേസ്റ്റ് ആക്കാം. കൊറേ വെജിറ്റബിൾസിന്റെ ഇങ്ങനെ ഇത് വരും. അത് തണുപ്പിച്ചിട്ട് കഴിക്കുക. പണ്ടാര ടേസ്റ്റാണ്. അതിനെന്താ പറഞ്ഞേ ഓഫ് ചെയ്തല്ലേ. സോ ഞങ്ങൾ വിട പറയുകയാണ്. എന്തരി മറ്റന്ന് എന്തായാലും കാണേണ്ടതാണ്. എന്തരി മിസ് ചെയ്യൂ. ഇവിടെ വെളിച്ചം. ഓക്കെ ഗൈസ്, ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഫുൾ ഫണ്ണ്. എക്സ്പെക്ട് ചെയ്തേക്കാളും കുറച്ച് കൂടുതലായി പോയി. പ്രത്യേകം റബ്ബർ തൊടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ ഉന്തിട്ടത് അതെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണം. So guys, please like, share, comment and subscribe to my YouTube channel, which is Mihika Entertainment. Bye. Bye.